ഇന്നത്തെ വചന ശുശ്രൂഷ കർത്താവേ എന്നോട് സംസാരിക്കണം. എന്റെ ഹൃദയങ്ങളെ തൊട്ട് ഉണർത്തണം. എനിക്കൊരു പാപബോധ്യം തരണം. എന്റെ വീഴ്ചകൾ എന്നെ വിടുവിക്കണം. ആത്മാവിന്റെ വലിയൊരു സാന്നിധ്യം നമ്മൾ രുചിച്ചറിയേണ്ടതിനായിട്ട് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇന്നത്തെ വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് പാസ്റ്റർ ജോസഫ് ചാക്കോ അവറുകളെ വളരെ സ്നേഹത്തോടെ വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുവാൻ ക്ഷണിക്കുന്നു. പ്രിയ കർത്തൃദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിന് സ്തോത്രം. കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഞാൻ ഒരു പരസ്യമൊക്കെ കഴിഞ്ഞ് വളരെ ധൃതിയിൽ ഓടി വന്ന് കയറുക. സ്തോത്രം. നമ്മുടെ കൺവെൻഷൻ ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആരംഭിപ്പാൻ ദൈവം കൃപ ചെയ്തല്ലോ. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സൂം മീറ്റിംഗിൽ നടക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂടിവരവിന്റെ ആരംഭം തുടങ്ങി, പ്രാർത്ഥിച്ച സമയം തുടങ്ങി, അനുഗ്രഹിക്കപ്പെട്ട ആരാധനയും ശുശ്രൂഷകളും എല്ലാം ഞങ്ങൾക്ക് നൽകി തരുന്നതിനായി സ്തോത്രം. ഈ ശുശ്രൂഷകളെ നിയന്ത്രിക്കുന്ന പ്രിയ കർത്തൃദാസനായി സ്തോത്രം. ആമേൻ. പ്രാർത്ഥനയോടെ ആരംഭിച്ച ദൈവദാസനായി സ്തോത്രം. പ്രത്യേകിച്ച് ആമേൻ തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കേണ്ട കർത്തൃദാസനെ അങ്ങയുടെ മുറിഞ്ഞ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അതിവേഗം ഓടുന്ന വചനം, ശക്തിയോടെ മുഴങ്ങുന്ന വചനം, രൂപാന്തരവും പാപാന്തരവും വരുത്തുന്ന വചനം, ആമേൻ, ദൈവപ്രവൃത്തിക്ക് വേണ്ടി ജനത്തെ ഒരുക്കുന്ന വചനം, ആമേൻ. ആ വചനത്തിന്റെ ശക്തി ഇതിനകത്ത് മുഴങ്ങുവാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തോട് വ്യക്തിപരമായി സംസാരിക്കണമേ. സ്തോത്രം. ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്നവർക്ക് എന്നോട് ദൈവം സംസാരിച്ചു എന്ന് പറയത്തക്ക നിലയിൽ ആമേൻ ജീവിതത്തിൽ വലിയ വിടുതൽ ശുശ്രൂഷകളുടെ മേൽ അവിടുന്ന് വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഈ രാത്രി തികഞ്ഞവരായി, നിറഞ്ഞവരായി, ആത്മാവിൽ ബലപ്പെട്ടവരായി, ഈ ആത്മീയ ശുശ്രൂഷകളിൽ സംബന്ധിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ഏവരെയും അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവസര പ്രേയറിന് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഇടിവിൽ നിൽപ്പാൻ കർത്താവെ കാഴ്ചപ്പാടോടെ പ്രിയ കർത്തൃദാസിയെ മുൻപോട്ട് കൊണ്ടുവന്നു. അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അഡ്മിൻ പാനലിനായും കർത്തൃദാസിദാസന്മാർക്കായും ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദാസനെ ഒരു പ്രാവശ്യം കൂടെ മുറിഞ്ഞ കരങ്ങളിലേക്ക് തരട്ടെ. പരിശുദ്ധാത്മാവിനാൽ ഉപയോഗിക്കണമേ. വചനത്തിന് വേണ്ടി നാവിനെ വായെ തുറക്കുമ്പോൾ ആത്മാവിൽ ദാസനിലൂടെ സംസാരിക്കാനുള്ള കൃപ അവിടുന്ന് വ്യാപരിക്കട്ടെ. എല്ലാം കൊണ്ടും വലിയ വിടുതൽ വ്യാപരിച്ചാട്ടെ. ആദ്യയുടെ അവസാനം നെറ്റിനും മറ്റ് ശുശ്രൂഷകൾക്കൊന്നും തടസ്സം കൂടാതെ ഞങ്ങളുടെ മധ്യേ അവിടുന്ന് പ്രവർത്തിക്കണം. പുത്രനെ മഹത്വപ്പെടുത്തണം. തിരുനാമത്തെ ഉയർത്തും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേട്ട കർത്താവ് നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം പറയാം. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ദൈവനാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മളേവരും കാത്തിരുന്ന 2026 ഏപ്രിൽ മാസം നടത്തപ്പെടുന്ന ഈ ഓൺലൈൻ കൺവെൻഷനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ആമേൻ, സ്തോത്രം, നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കുവാനും പ്രാർത്ഥനയിൽ അവനെ ഉയർത്തുവാനും പ്രാർത്ഥനയിൽ നമുക്ക് സംസാരിക്കുവാനും കർത്താവ് ഒരുക്കുന്ന കൃപകൾ ഓർത്ത് സ്തുതിക്കുന്നു. അതുമാത്രമല്ല, ദൈവത്തിന്റെ വചനങ്ങളെ നമുക്ക് ഏത് രാജ്യത്തിരുന്നാലും, ഭൂലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഇരുന്നാലും ദൈവവചനം നമുക്ക് ഏറ്റവും സമീപസ്ഥമായി നമുക്ക് നൽകിത്തരുന്ന ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആദ്യം പാരമ്പര്യത്തിൽ പറഞ്ഞതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഹൗസ് ഓഫ് പ്രയർ ഗ്രൂപ്പിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൊടുത്ത വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഡയറക്ടർ ജോയി ചെങ്കലിനെ ഓർക്കുന്നു. അതുപോലെ നമ്മുടെ ചീഫ് അഡ്മിൻ ആയിരിക്കുന്ന അന്നമ ജോസ് ആൻറ്റി ഓർക്കുന്നു. നമ്മുടെ അന്നമ ഈശോ ആൻറ്റി ഓർക്കുന്നു. നമ്മുടെ വിന്നി സാറിനെ ഓർക്കുന്നു. അങ്ങനെ ഔദ്യോഗിക സ്ഥാനങ്ങളായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങുവാൻ പരിശുദ്ധ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് രാത്രിയിൽ നമ്മുടെ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത് ആമേ, സ്തോത്രം, അമേരിക്കയിലായിരിക്കുന്ന ചിക്കോഹയിലായിരിക്കുന്ന കർത്താവിന്റെ അനുഗ്രഹീതനായ ദാസൻ അനീഷ് കരിങ്ങോട്ടിലായിരിക്കും ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്
എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഒരു നല്ല പ്രയർ ഉണ്ട്, വചന ശുശ്രൂഷകളുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും എനിക്കും അതിൻ്റെ ഒരു അംഗമായി തീരുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. പ്രിയ കർത്തൃദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനുഗ്രഹീതനായിരിക്കുന്ന ഒരു നല്ല സുവിശേഷകനും അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷകനും ഒക്കെയാണ് പ്രിയ അനീഷ് കരിങ്ങോട്ടിൽ എന്ന ദൈവദാസൻ. ആ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല പ്ലാറ്റ്ഫോമുകളൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ആയിരുന്നിട്ടുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുകയും ചെയ്യുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് വളരെ സ്നേഹത്തോടെ ആദരവോടെ അനുഗ്രഹീതനായ അഭിഷിക്തദാസൻ പാസ്റ്റർ അനീഷ് കരിങ്ങോട്ടിനെ വളരെ സ്നേഹത്തോടെ ഞാൻ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മുടെ എല്ലാവരും കരങ്ങളെ തട്ടി പ്രിയ കർത്തൃദാസനെ നമുക്കൊന്ന് വെൽക്കം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ മനോഹരമായിട്ടുള്ള ഈ സമയത്ത് ഹൗസ് ഓഫ് പ്രെയറിൻ്റെ ഈ ഏകദിന കൺവെൻഷനിൽ തിരുവചനം സംസാരിക്കുന്നതിന് എനിക്ക് ലഭിച്ച ഈ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ക്ഷണിച്ച സിസ്റ്റർ അന്നമ്മ ജോസ്, മറ്റുള്ള ഭാരവാഹികൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിലുള്ള അഭിവാദനങ്ങൾ ഞാൻ ആദ്യമായിട്ട് അർപ്പിക്കുന്നു. ഈ പ്രെയർ ലൈനിൽ പലപ്പോഴും സംബന്ധിക്കുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ താല്പര്യത്തോടുകൂടെ ദൈവവചനം കേൾക്കുന്നതിന് ആളുകൾ ചേർന്ന് വന്ന് സംബന്ധിക്കുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ പ്രവർത്തകർ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ചെയ്യുന്ന കർത്താവിന് വേണ്ടി നിസ്വാർത്ഥമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും കർത്താവ് അതിന് ഒരു വലിയ വില, ഒരു വലിയ പ്രതിഫലം നമുക്ക് നൽകുന്നുണ്ട് എന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് സന്തോഷമുള്ളവരായി ശക്തിയോടുകൂടെ, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ഈ ദിവസങ്ങളിൽ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമുക്ക് കർത്താവിനെ നമ്മുടെ ജീവിതത്തിലൂടെ ഉയർത്തുന്നതിന് നമുക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് ഈ പ്രളയത്തിലേക്ക് വന്ന എല്ലാവരെയും കർത്താവിൻ്റെ സ്നേഹത്തിൽ ഞാൻ അഭിവാദനം ചെയ്യുന്നു. എന്നോട് അന്നമ്മ സിസ്റ്റർ പറഞ്ഞത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ 2 മാസങ്ങൾക്ക് മുൻപ് ആണ് എന്നെ ഇതിൽ തിരുവചനം സംസാരിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഞാൻ കഴിഞ്ഞ ഒരു 85 മുതൽ ഏകദേശം 40 വർഷത്തോളമായി തിരുവചനം പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാമല്ലോ, ധാരാളം പ്രസംഗങ്ങൾ കയ്യിലുണ്ട്. പക്ഷേ ഈ ഒരു കൺവെൻഷൻ വളരെ ഗൗരവത്തോടുകൂടെ മാസത്തിൽ ഒരിക്കൽ നമ്മൾ താല്പര്യത്തോടുകൂടെ അനേകം വിശ്വാസികൾ ചേർന്ന് വന്ന് ഗൗരവത്തോടുകൂടെ തിരുവചനം കേൾക്കുന്ന ഒരു വേദിയാണല്ലോ. അതുകൊണ്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച്, കർത്താവെ, എനിക്കറിയാവുന്ന നേരത്തെയൊക്കെ ചെയ്തൊരു പ്രസംഗം എടുത്ത് പെട്ടെന്ന് പ്രസംഗിക്കാം, എന്നാൽ അതല്ല, ഒരു പുതിയൊരു ചിന്ത എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഫെബ്രുവരിയിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഇപ്പോൾ ഈ ഏപ്രിലിൽ അതിനുള്ള അവസരം ലഭിച്ചത്. കർത്താവ് എനിക്ക് അതിനായിട്ട് ഒരു ചിന്ത നൽകി. അത് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിന് അത് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ബൈബിൾ കാര്യങ്ങൾ അറിയാത്തവരല്ല ഈ പ്രെയർ ലൈനിൽ ഇപ്പോൾ സംബന്ധിക്കുന്ന എല്ലാവരും തന്നെ. അതിൽ മിക്ക ആളുകളും പാസ്റ്റേഴ്സാണ്, പൂർണ്ണസമയ സുവിശേഷ പ്രവർത്തകരുണ്ട്. സുവിശേഷ പ്രവർത്തനങ്ങളിൽ പരസ്യയോഗങ്ങളും ഒക്കെ നടത്തി അങ്ങനെ ശക്തമായിട്ട് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം, നാട്ടിൽ നമ്മുടെ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, കൊല്ലക്കുടലിൽ സൂചി വയ്ക്കേണ്ട കാര്യമില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. എന്നാൽ നമുക്ക് അറിയാവുന്ന വചനമാണെങ്കിൽ തന്നെ ദൈവവചനം ശക്തിയുള്ളതാണ്. അത് പാറയെ പൊട്ടിക്കുന്നതാണ്, ഏത് കഠിന മനസ്സിനെയും തുളച്ചു ചെല്ലുന്നതാണ്. അതുകൊണ്ട് പറയുന്ന ആളോ അല്ലെങ്കിൽ പറയുന്ന വചനം നമുക്കറിയാമോ എന്നുള്ളതല്ല അതിൻ്റെ ആഴമായിട്ടുള്ള സത്യം. ദൈവവചനത്തിൻ്റെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കുകയും അത് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നതിന് വേണ്ടി നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമെങ്കിൽ പ്രിയമുള്ളവരെ, അത് പുതുക്കമുള്ളതാണ്. 2000-ഓ 3000-ഓ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട തിരുവചനം ഇന്നും ശക്തമായിട്ട് നമ്മൾ വായിക്കുന്നു, ദിനംതോറും വായിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു
എന്നുള്ളത് തന്നെ ദൈവവചനത്തിൻ്റെ ശക്തിയുടെ നിദാനമാണല്ലോ, അതിൻ്റെ തെളിവാണല്ലോ. അതുകൊണ്ട് ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സാന്നിധ്യബോധത്തോടുകൂടെ നമുക്ക് ആയിരിക്കാം. ഞാൻ ഇന്ന് തിരുവനന്തപുരത്തെ ധ്യാനത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന വേദഭാഗം പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളാണ്. അത് ഞാനൊന്ന് വായിക്കാം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരുപ്പാൻ പ്രവർത്തികളും കാരണമല്ല. For by grace you have been saved through faith, and this is not your own doing. It is the gift of God, not a result of work, so that no one may boast. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഹൗസ് ഓഫ് പ്രയറിൻ്റെ ഈ കൺവെൻഷനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് ചേർന്ന് വന്ന് തിരുവചനം ധ്യാനിക്കുന്നതിന് അവിടുന്ന് ഞങ്ങളെ സഹായിച്ചല്ലോ. അവിടുത്തെ വചനം ശക്തിയുള്ളതാണ്. അത് ഞങ്ങളുടെ ഹൃദയങ്ങളെ കീറി മുറിക്കുന്നതാണ്, ഞങ്ങളുടെ ജീവിതങ്ങളെ പണിയുന്നതാണ്. അതിനു മുമ്പാകെ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിനും അത് ചെയ്യുന്നതിനും ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഫലം കായ്ക്കുന്നതിനും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രയറിൽ ഇപ്പോൾ ആയിരിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആരെങ്കിലും മനസ്സിലെ വേദനയോടുകൂടെ രോഗികളായിട്ട് അല്ലെങ്കിൽ മനസ്സിലെ ദുഃഖത്തോടുകൂടെ ഈ പ്രയർ ലൈനിൽ ഇരിപ്പുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ സമാധാനവും സൗഖ്യവും ഉണ്ടാകട്ടെ. കർത്താവ് അത് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഏകാഗ്രതയോടുകൂടി ഈ വചനം കേട്ട് അത് ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് അനേകം ഫലം കായ്ക്കുന്നതിന് കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. അടിയൻ്റെ വായിലെ വാക്കുകളും അടിയങ്ങളുടെ ഹൃദയങ്ങളിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായതായിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്കറിയാം, നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ നിലനിൽക്കുന്നു. വിശ്വാസം എന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ വളരെ ആഴമായിട്ടുള്ള, വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണല്ലോ. ആ വിശ്വാസത്തിൻ്റെ ഡെഫിനിഷന് നമുക്ക് എല്ലാവർക്കും അറിയാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11:1 അത് കാണാപ്പാടം നമുക്കറിയാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഇറ്റ് ഈസ് ദ അഷുറൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ, കൺവിക്ഷൻ ഓഫ് തിങ്സ് നോട്ട് സീൻ. നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കുന്നതിന് പ്രയാസമില്ല. എന്നാൽ കാണാത്ത കാര്യങ്ങൾ വിശ്വസിക്കുകയും അതിനുവേണ്ടി ആശിക്കുകയും ചെയ്യുന്നതാണ് വിശ്വാസം എന്നത്. നമുക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വിശ്വാസം എന്നാൽ എന്താണ്? നമ്മൾ എന്നും കേൾക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കണം, വിശ്വാസിച്ചാലേ നമുക്കെല്ലാം ചെയ്യാൻ കഴിയൂ. ഇതെല്ലാം നമ്മൾ ദിവസം തോറും കേൾക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വിശ്വാസം എന്നാൽ എന്താണ്? അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകുന്നത് എങ്ങനെയാണ്? അതേപ്പറ്റി ചുരുക്കമായിട്ട് ചിന്തിക്കണമെന്ന് അത്രേ ഞാൻ വിചാരിക്കുന്നത്. ദൈവത്തിൽ നമുക്കെല്ലാവർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മീറ്റിങ്ങിൽ ഇന്ന് വരത്തില്ല. കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ട്, നമുക്ക് വിശ്വാസമുണ്ട്. എന്നാൽ ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്നതുകൊണ്ട് മാത്രം കാര്യമായ എന്തെങ്കിലും പ്രയോജനമുണ്ട്? യാക്കോബിൻ്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവം ഉണ്ടെന്ന് നമ്മൾ പലരോടും പറയുമ്പോൾ, അല്ലെ സുവിശേഷം പറയാൻ ശ്രമിക്കുമ്പോൾ അവർ പറയുന്നൊരു വാക്യമാണ്, എനിക്ക് വിശ്വാസമുണ്ട്, ദൈവത്തിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഇവിടെ യാക്കോബ് പറയാണ്, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ദൈവം ഏകനാണെന്നും ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളത് കൊണ്ട് എന്താ പ്രയോജനം? പിശാചുക്കളും അത് വിശ്വസിക്കുന്നു. എന്നാൽ പിശാചുക്കൾ വിശ്വസിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ അവർ വിറയ്ക്കുകയും കൂടെ ചെയ്യുന്നു. നമ്മളെക്കാൾ ഒരു പടി കൂടെ ഭക്തിയുള്ളവരാണ് പിശാചുക്കൾ. നമ്മൾ ദൈവം എന്ന് കേൾക്കുമ്പോൾ വിറയ്ക്കുന്നൊന്നുമില്ല. പിശാചാങ്കിൽ വിറയ്ക്കുക കൂടെ ചെയ്യുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മളെക്കാളും ദൈവഭക്തി പിശാചിനുണ്ട് അങ്ങനെയാണെങ്കിൽ. എന്നാൽ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്, എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്നത് കൊണ്ടോ
അതുകൊണ്ട് ആയില്ല. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം എങ്ങനെയാണ് പ്രകടമാകുന്നത്? ആ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ എന്താണ്? അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, വിശ്വാസികളുടെ പിതാവ് അബ്രഹാം. വിശ്വാസമെന്ന് പറയുമ്പോൾ, വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വരുന്ന പേര് അബ്രഹാമിൻ്റെ പേരാണ്. അത് എന്തുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ്, അല്ലെങ്കിൽ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 4:18 നമ്മൾ വായിക്കുന്നത് പോലെ, അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അതാണ് അബ്രഹാം ഹോപ്പ് എഗൻസ്റ്റ് ഹോപ്പ്. യാതൊരു പ്രതീക്ഷയും യാതൊരു ആശയും ഇല്ലാത്തിടത്ത് പൂർണ്ണമായ ആശയോടുകൂടെ അബ്രഹാം വിശ്വസിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, അന്നത്തെ അബ്രഹാം ജീവിച്ചത് ഏകദേശം 3000 വർഷത്തിൽ കൂടുതൽ, 3000-ൽ കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ജീവിത സാഹചര്യങ്ങളോ സയൻസോ ഒന്നും തന്നെ ഇന്നത്തെ പോലെയോ അല്പം പോലും വികസിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ മാനുഷികമായിട്ട് യാതൊരുവിധ സാധ്യതയുമില്ല. ഇന്നാണെങ്കിൽ കുട്ടികളില്ലാത്തവർക്ക് ധാരാളം സാധ്യതകളുണ്ട്. മാനുഷികമായിട്ട് തന്നെ അതിനകത്ത് ധാരാളം സാധ്യതകളുണ്ട്. എന്നാൽ അബ്രഹാം ജീവിച്ചിരുന്ന ആ സമയത്ത് യാതൊരുവിധ സാധ്യതയും ഇല്ലാത്ത സമയത്താണ് 75 വയസ്സുള്ള വൃദ്ധനായ അബ്രഹാമിനോട് ദൈവം പറയാണ്, ഞാൻ നിന്നെ ഒരു വലിയ ജാതി, ഒരു കുട്ടി പോലും ഇല്ലാത്ത ഒരാളോട് പറയുകയാണ്, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കാനായിട്ട് പോവുകയാണ്. അന്ന് അതിനുശേഷം 10-25 വർഷം യാതൊന്നും സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. എന്നാൽ 99, അബ്രഹാമിന് 99 വയസ്സുള്ളപ്പോൾ പിന്നെയും ദൈവം വന്ന് പറയുകയാണ്, സാറായിക്ക് അന്ന് 90 വയസ്സുണ്ട്. അന്നാണ് പിന്നെയും പറയുകയാണ്, അടുത്ത വർഷം നിനക്ക് ഒരു കുട്ടി ഉണ്ടാകുക. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? അബ്രഹാം കവിണ്ണ് വീണ് ചിരിച്ചു എന്നാണ്. അതൊരു അവിശ്വാസത്തിൻ്റെ പ്രവൃത്തിയായിരുന്നത്. ദൈവം ഒരു കാര്യം പറഞ്ഞപ്പോൾ കവിണ്ണ് വീണ് ചിരിക്കുന്നത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള ആ ഒരു ചിന്തയിലായിരിക്കണമല്ലോ. നമുക്കറിയാം, സാറായി വന്ന് ചിരിച്ചെന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ആ വിശ്വാസത്തിൻ്റെ തീവ്രത എന്താണ്? പിന്നീട് എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. ആ ഇസാക്കിനെ, ഏകജാതനായ മകനെ യാഗം കഴിക്കാനായിട്ട് പറഞ്ഞപ്പോൾ അബ്രഹാം യാതൊന്നും സംശയിക്കാതെ യാഗം കഴിക്കാനായിട്ട് കൊണ്ടുപോയി. യാഗം കഴിച്ച് എന്ന് തന്നെയാണ്. അതുവരെ യാഗം കഴിക്കാനായിട്ട് പൂർണ്ണമായ മനസ്സോടുകൂടെ അദ്ദേഹം പോയി എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അബ്രഹാമിനൊരു വാഗ്ദത്തമുണ്ട്. നിന്നിൽ നിന്നുള്ളൊരു മകനിൽ നിന്നൊരു വലിയ ജാതി ഉണ്ടാകും എന്നൊരു വാഗ്ദത്തമുണ്ട്. എന്നിട്ടാണ് ദൈവം അബ്രഹാമിനോട് പറയുന്നത്, നീ ഈ മകനെ കൊണ്ടുപോയി കൊന്നുകളയാൻ, അല്ലെ യാഗം കഴിക്കാൻ. അപ്പോൾ അവിടെ ന്യായമായിട്ടുള്ളൊരു ചോദ്യം, ദൈവം നൽകിയ വാഗ്ദത്തം എങ്ങനെയാണ് അത് പൂർത്തീകരിക്കുന്നത്? ഈ ഈസാക്കിനെ യാഗം കഴിച്ചാൽ എങ്ങനെയാണ് ആ വാഗ്ദാനം പൂർണ്ണമാകുന്നത് എന്നൊക്കെ അബ്രഹാമിന് ന്യായമായിട്ട് ചിന്തിക്കാം. എന്നാൽ അബ്രഹാം അവിടെ ദൈവത്തെ സഹായിക്കാൻ നിന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം പൂർത്തീകരിക്കാൻ അബ്രഹാം ദൈവത്തെ സഹായിച്ചില്ല എന്നുള്ളതാണ് അവിടെയുള്ള ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടതായ വിഷയം. നമ്മളാണെങ്കിൽ ഇന്ന് ദൈവം ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ദൈവത്തെ നമ്മൾ സഹായിക്കാനായിട്ട് നോക്കൂ. എന്നാൽ അബ്രഹാം അതിന് നിന്നില്ല. അബ്രഹാം വിശ്വസിച്ചത്, ഈ മകൻ മരിച്ചാൽ, ഞാൻ യാഗം കഴിച്ച ഇവൻ ദഹിച്ച് പോയാൽ, അഗ്നിയിൽ ദഹിച്ചാൽ, ആ ചാരത്തിൽ നിന്ന് അവനെ ഉയർപ്പിക്കുന്നതിന്, ഒരു വലിയ ജാതിയെ ഉൽപ്പാദിപ്പിക്കുന്നതിന് ദൈവത്തിന് സാധിക്കും എന്നുള്ളതായിരുന്നു അബ്രഹാമിൻ്റെ ആ വിശ്വാസം. ആ വിശ്വാസമാണ് അബ്രഹാമിന് നീതിയായിട്ട് കണക്കിട്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രീതിയിൽ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നു, യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും, ലോകത്തിലുള്ള സകലർക്കും വിശ്വസിക്കുന്നതിന് പ്രയാസമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ആ വിശ്വാസത്തെ പ്രായോഗിക തലത്തിൽ എത്തിക്കുവാൻ അബ്രഹാം ചെയ്തതുപോലെ, ഈ എൻ്റെ സ്വന്തം മകനെ, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നതായ മകനെ യാഗം കഴിച്ച് അവൻ ഇല്ലാതെയായാൽ ദൈവത്തിന് എന്നാലും പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള, അതാണ് ആഴമായിട്ടുള്ള വിശ്വാസം. യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ അത് നമുക്ക് നീതിയായി കണക്കിടുന്നു. വി ബിക്കം റൈച്ചിയസ് ത്രൂ ദ ബ്ലഡ് ഓഫ് ജീസസ് എന്ന് പറയുമ്പോൾ, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്ന് ജസ്റ്റ് ഒന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രമായില്ല, നമ്മുടെ ജീവിതത്തിൽ അത് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ആ വിശ്വാസം പ്രകടമാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ കർത്താവിലൂടെ
നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. ഈ വിശ്വാസം എങ്ങനെയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നത് എന്ന് ചുരുക്കമായിട്ട് ചിന്തിക്കണമെന്ന് അത്ര ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് എങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പ്രായോഗിക തലത്തിൽ എത്തിക്കുവാനായിട്ട് കഴിയുന്നത്? ഒന്നാമതായിട്ട് നമ്മുടെ പ്രാർത്ഥനയിലൂടെ വി ക്യാൻ അപ്ലൈ അവർ ഫെയ്ത്ത്, എക്സർസൈസ് അവർ ഫെയ്ത്ത് ഇൻ പ്രെയർ. പ്രാർത്ഥനയിൽ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പ്രതിഫലിപ്പിക്കുവാനായിട്ട് കഴിയും. നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ആത്മാവാകുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മാവിൽ മാത്രമേ ദൈവത്തോട് നമുക്ക്, എന്നാൽ ദൈവം ആത്മാവാകുന്നല്ലോ. അപ്പോൾ ചോദിക്കുമ്പോൾ ലഭിച്ചു എന്ന ഒരു വിശ്വാസം, പ്രാർത്ഥനയുടെ ഒരു വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ലഭിച്ചു എന്ന് വിശ്വസിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ ആവശ്യങ്ങളിൽ നിന്നാണ്. നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ കർത്താവിനോട് പോയി പ്രാർത്ഥിക്കുക. ചിലപ്പോൾ ഒരു വലിയ ആവശ്യം വന്നാൽ ആളുകളെ 7 ദിവസമോ അല്ലെങ്കിൽ ഈ 21 ദിവസമൊക്കെ ഉപവാസം കൊടുക്കും ആ കാര്യങ്ങൾ സാധിക്കാനായിട്ട്. അതൊരു പ്രാർത്ഥനയല്ല. നമുക്കറിയാം, ഈ പ്രെയർ ഷുഡ് ബി ഫ്രം പൊസിഷൻ ഓഫ് കണക്ഷൻ വിത്ത് ഗാഡ്, നോട്ട് ഫ്രം അവർ ഒബ്ലിഗേഷൻ. നമ്മൾ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ തന്നെ നമുക്കറിയാം, നമ്മളുമായിട്ട് വളരെ അടുപ്പമുള്ള, വളരെ ആഴമായിട്ട് ബന്ധമുള്ള ഒരാൾ വന്ന് കുറേ പണം ചോദിച്ചാൽ നമ്മളത് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കും, അല്ലെ കൊടുക്കാൻ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കും. നമ്മളോട് വളരെ അടുപ്പവും ബന്ധവുമുള്ള ഒരാൾ അങ്ങനെ പണം ചോദിച്ചാൽ, ഒരു വലിയ സംഖ്യ ചോദിച്ചാൽ തന്നെ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ നമുക്ക് ജസ്റ്റ് അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, നമ്മളോട് വളരെ അടുപ്പമുള്ള ഒരാൾ വളരെ ഒരു പ്രയാസത്തിൽ കൂടെ പോവുകയാണെന്ന് നമ്മൾ മനസ്സിലായാൽ ഇങ്ങോട്ട് ചോദിച്ചില്ലെങ്കിലും നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് ചോദിച്ചു, ഇപ്പോൾ ഇച്ചിരി ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ വന്നല്ലോ, ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് നമ്മൾ അങ്ങോട്ട് ചെന്ന് നമ്മളെ സഹായിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ നമുക്ക് 1-2 ദിവസം മാത്രം പരിചയമുള്ള ഒരാൾ വന്ന് പറയാം, എനിക്കൊരു 10,000 രൂപ ഇങ്ങോട്ട് വേണം, അല്ലെങ്കിൽ ഒരു $5,000 ഇങ്ങോട്ട് തരണം എന്ന് പറഞ്ഞാൽ നമ്മളത് ചിരിച്ചങ്ങ് തള്ളുകയുള്ളൂ. എന്നാൽ അത് യഥാർത്ഥത്തിൽ അത് നടക്കാറുണ്ടോ? 1-2 പ്രാവശ്യം മാത്രം കണ്ട ആൾ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു $2,000 ഇങ്ങോട്ടും തരാമോ, നാളെ ഞാൻ രാവിലെ കൊണ്ടുതരാം എന്നൊക്കെ നമ്മളോട് പലരും പറയാറുണ്ടല്ലോ. എന്നാൽ അതിനൊന്നും നമ്മൾ യാതൊരു പ്രാധാന്യവും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ കർത്താവുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ തന്നെയാണ്. നമുക്കൊരാവശ്യം വരുമ്പോൾ ചെന്ന് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാൾ എന്ന് ചോദിക്കുന്നല്ലോ, നാളെ ഒരു 10,000 രൂപ ഇങ്ങോട്ട് തരണേ എന്ന് ചോദിക്കുന്ന പോലാണ് നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധമില്ലാതെ ഒരാവശ്യത്തിന് വേണ്ടി നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെയല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവുമായിട്ടുള്ള ആ നിരന്തരമായ ബന്ധത്തിൽ കൂടെ ഉണ്ടാകേണ്ടതാണ്. പൗലോസ് പറയുന്നുണ്ടല്ലോ, ഇടവിടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇടവിടാതെ അങ്ങനെ നിരന്തരമായി കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് നിരന്തരമായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവിലുള്ള ആ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അധികാരമാണ്. ഒരു വലിയൊരു അധികാരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ അബ്രഹാമിന് ദൈവത്തിലുള്ള ആ പരിപൂർണമായ ആ വിശ്വാസത്തിലൂടെ അബ്രഹാമിന് ഒരു വലിയ അധികാരം ലഭിച്ചു എന്നതുപോലെ കർത്താവിലുള്ള ആ പൂർണ്ണമായ വിശ്വാസത്തിലൂടെ നമ്മുടെ പ്രാർത്ഥനകൾക്കൊരു വലിയ അധികാരമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായത്തിൻ്റെ 19 വാക്യത്തിൽ അത് നാം വായിക്കുന്നുണ്ട്. ഞാനൊന്ന് വായിക്കാം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. ദൈവം നൽകുന്ന ആ ഒരു വലിയൊരു അധികാരമുണ്ട്. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ആ ഒരു അധികാരം. പിന്നെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. മർക്കോസ് സുവിശേഷം 11:23 നമ്മളത് വായിക്കുന്നുണ്ട്. ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോകാം എന്ന് പറഞ്ഞാൽ അത് ചെയ്യുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അത് മറികടക്കുവാൻ നമ്മളിന്ന് എല്ലാവരും തന്നെ പലവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ്. നമുക്ക് മറികടക്കുവാൻ കഴിയാത്തതായിട്ടുള്ള പലവിധ പ്രശ്നങ്ങളെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. എന്നാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ചെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവെ എൻ്റെ അസുഖം മാറണേ,
ഞാൻ ഈ ഇരിക്കുന്ന പ്രശ്നം ഒരു വലിയ പ്രശ്നത്തിൻ്റെ മുന്നിലാണ്, അതൊന്ന് മാറ്റി തരണമേ എന്ന് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. എന്നാൽ കർത്താവ് അങ്ങനെയല്ല പറഞ്ഞത്. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം നിങ്ങളുടെ മേലുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:19 പൗലോസ് പറയാണ്, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അളവറ്റ ദൈവശക്തി അത് നിങ്ങളുടെ മേൽ ഉണ്ട്. ആ ശക്തി നമ്മുടെ മേൽ ഉണ്ടെങ്കിലാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ വാക്കുകൾക്കുമൊക്കെ ശക്തിയുള്ളത്. നമുക്കറിയാം, പത്രോസ് യോഹന്നാനും കൂടെ ആ ദേവാലയത്തിൽ ചെന്നപ്പോൾ സുന്ദരം വന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ഒരു മുടന്തൻ ഇരിക്കുകയാണ്. അപ്പോഴാ അവന് സൗഖ്യം കൊടുക്കാനായിട്ട് പത്രോസ് യോഹന്നാൻ അവിടെ നിന്ന്, കർത്താവേ ഈ മുടന്തൻ്റെ മേൽ നീ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയല്ലായിരുന്നു. ആ മുടന്തൻ്റെ കൈക്ക് പിടിച്ചിട്ട് എനിക്കില്ലാത്തത് ഞാൻ തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക എന്ന് അവനോട് കൽപ്പിക്കുക, അവൻ്റെ രോഗത്തോട് കൽപ്പിക്കുക ചെയ്തു. അതുപോലെ തന്നെ പത്രോസ്, നമുക്കറിയാം, ആ 12 വയസ്സുള്ള തബീത എന്ന കുട്ടി മരിച്ചപ്പോൾ പത്രോസ് അവിടെ ചെന്നു. അകത്ത് കയറിയിട്ട് എന്താണ് പറഞ്ഞത്? തബീതയെ എഴുന്നേൽക്ക. അവിടെ പ്രാർത്ഥിച്ചിട്ട് പത്രോസ് പറഞ്ഞതാണ്, തബീതയെ എഴുന്നേൽക്ക എന്നാണ് പറഞ്ഞത്. ആ മരിച്ചു കിടക്കുന്ന കുട്ടിയോട് പേര് വിളിച്ചാൽ വല്ല പ്രയോജനമുണ്ടോ? അപ്പോൾ പത്രോസ് സംസാരിച്ച ആരോടാണ്? തബീതയെ അപഹരിച്ചു കൊണ്ടുപോയ മരണത്തോടാണ് പത്രോസ് സംസാരിക്കുന്നത്. മരണത്തോട് കൽപ്പിക്കുന്നു. കർത്താവ് ശിഷ്യന്മാർ ആ പടകിൽ യാത്ര ചെയ്തപ്പോൾ ഭയങ്കരമായ കാറ്റും ഒക്കെ വന്നപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? കർത്താവ് പ്രാർത്ഥിക്കലായിരുന്നു, പിതാവേ ഈ കാറ്റിനെയും കടലിനെയും ഒക്കെ ഒന്ന് ശാന്തമാക്കണമേ എന്ന് പറയുകയല്ലായിരുന്നു. കാറ്റേ കടലേ ശാന്തമാകൂ എന്ന കർത്താവ് കൽപ്പിക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യെഹെസ്കേൽ ഇവിടെ പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലും ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. യെഹെസ്കേലിൻ്റെ പുസ്തകം 36:4 അത് നമ്മൾ വായിക്കുന്നുണ്ട്. യെഹെസ്കേൽ 36:4 ഞാനൊന്ന് വായിക്കാം. ഇസ്രായേൽ പർവ്വതങ്ങളെ, യഹോവയായ കർത്താവിൻ്റെ വചനം കേൾപ്പീൻ. മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പാഴായിരിക്കുന്ന ശൂന്യപ്രദേശങ്ങളോടും നിർജ്ജനവും ചുറ്റുമുള്ള ജാതികളിൽ ശേഷിച്ചവർക്ക് കവർച്ചയും പരിഹാസവും ഭവിച്ചിരിക്കുന്ന പട്ടണങ്ങളോടും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. മനുഷ്യരോട് മാത്രമല്ല, യഹോവയായ കർത്താവ് ആരോടാണ്? ഇസ്രായേൽ പർവ്വതങ്ങൾ, മലകൾ, കുന്നുകൾ, തോടുകൾ, താഴ്വരകൾ, പട്ടണങ്ങളോടുമൊക്കെ യഹോവയായ കർത്താവ് കൽപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അത് ഇന്ന് യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ പർവ്വതത്തോട് പറഞ്ഞാൽ പർവ്വതത്തിന് കേൾക്കാൻ ഒക്കുമോ? നമ്മൾ പറയും ഈ കുന്നുകളോടും തോടുകളോടും മലകളോടും ഒക്കെ സംസാരിക്കുന്നത് ആരാണ്? നമുക്കറിയാം, സാധാരണ ഈ മരത്തോടും ഒക്കെ സംസാരിക്കുന്നത് സാധാരണ ആരാണ്? ശരിക്കും മാനസികമായ ശരിയായിട്ട് ബുദ്ധിയില്ലാത്ത ആളുകളായിരുന്നു കല്ലുകളോടും മരത്തോടും ഒക്കെ സംസാരിക്കുന്നത്. എന്നാൽ പരിപൂർണമായ വിശ്വാസമുള്ളവർ അങ്ങനെയായിരിക്കും ചെയ്യുക. നമുക്കറിയാം, കർത്താവ് മത്തായിയുടെ സുവിശേഷം 21:19 ആ അത്തിയെ കണ്ടിട്ട് കർത്താവ് അത്തിമരത്തോട് സംസാരിക്കുകയാണ്. കർത്താവ് പറയുകയാണ്, ഇനി നിന്നിൽ ആ മരത്തോട് സംസാരിക്കുക, ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്നാണ് കർത്താവ് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു രോഗിയുമായിട്ട് ഒരു ഡോക്ടറുടെ അടുത്ത് ചെയ്യുന്നു. അപ്പോഴെന്താണ്? ആ ഡോക്ടർ രോഗിയോട് സംസാരിക്കും. ഡോക്ടർ ചോദിക്കും, നിങ്ങൾ എന്താണ് അസുഖം, അല്ലെങ്കിൽ എവിടെയാണ് വേദന, അല്ലെ ആ കൊണ്ടുചെന്ന ആളിനോട് ചോദിക്കും എന്തൊക്കെയാണ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ, എത്ര ദിവസമായി ഈ വേദന തുടങ്ങിയിട്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ രോഗിയോടാണ് സംസാരിക്കുന്നത്. ആ രോഗത്തോട് ഡോക്ടർ ഒരിക്കലും സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ ഇവിടെ ദൈവവചനത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത് ആ പ്രശ്നങ്ങളോട് സംസാരിക്കുക എന്നാണ്. യെഹെസ്കേലിൻ്റെ പ്രവചനം 37 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അസ്ഥികളോട് സംസാരിക്കുക. ദൈവം യെഹെസ്കേൽ പ്രവാചകനോട് പറയാണ്, നീ അസ്ഥികളുടെ താഴ്വരയിലേക്ക് പോയി ആ ഉണങ്ങിയ അസ്ഥികളോട് സംസാരിക്കുക. അസ്ഥികളെ, നിങ്ങൾ ജീവിക്കും, നിങ്ങളൊരു വലിയ സൈന്യമായി തീരും എന്നൊക്കെ പറയുകയാണ്. പിന്നീട് നമുക്കറിയാം, സഖര്യാവിൻ്റെ പുസ്തകം 4:7 സെരുബ്ബാബേലിനോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. സഖര്യാവ് 4:7 അത് വളരെ നമുക്ക് അറിയാവുന്നൊരു വാക്യമാണ്. ഞാനതൊന്ന് വായിക്കാം.
സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായിത്തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടെ കൂടെ അവൻ ആണിക്കല്ല് കയറ്റും. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം എന്താണ്? ആ മഹാപർവ്വതത്തോട് പറയാണ്, നീ സമഭൂമിയായിത്തീരും. നമുക്കറിയാം, സെരുബ്ബാബേല് യഹൂദയുടെ ഗവർണറായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യം യഹൂദ ഇസ്രയേലൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് ആ യഹൂദയുടെ ഗവർണറായിരുന്നു സെരുബ്ബാബേൽ. അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം എന്താണ്? അത് പർവ്വതമൊന്നുമല്ല. സെരുബ്ബാബേല് ഇടിഞ്ഞു കിടക്കുന്ന യെരുശലേം ദേവാലയവും യെരുശലേമിന്റെ മതിലും പണിയുന്നതിന് വേണ്ടി പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള, നമുക്കറിയാം നെഹമ്യാവ് ചെയ്തതുപോലെ അദ്ദേഹം അതിനുവേണ്ടി പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള എതിർപ്പുകൾ വരികയാണ്. ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള എതിർപ്പുകൾ വന്നപ്പോൾ ആ എതിർപ്പുകളാണ് ഇവിടെ മഹാപർവ്വതം എന്ന് പറയുന്നത്. സെരുബ്ബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ എത്ര വലുതാണെങ്കിലും അതെല്ലാം മാറിപ്പോകും എന്നാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ കണ്ട് ഭയപ്പെട്ടു നിൽക്കുകയല്ല, ആ പ്രശ്നങ്ങളോട് നമ്മൾ സംസാരിക്കുക. ആ സംസാരിക്കാനുള്ള കഴിവ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മുടെ മേൽ വ്യാപരിക്കുന്ന, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ആ അളവറ്റ ദൈവശക്തി നമ്മിൽ നിറയുമ്പോഴാണ് നമുക്ക് അങ്ങനെ സംസാരിക്കുവാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം, പൗലോസും ഒക്കെ പോകുന്ന സമയത്ത് അവരുടെ നിഴല്, പത്രോസും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ, നടന്നു പോകുമ്പോൾ അവരുടെ നിഴല് വീഴുമ്പോൾ പോലും രോഗികൾ സൗഖ്യമാകുമായിരുന്നു എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നത്തെ ഏറ്റവും വലുതായി കണ്ട് അതിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കാതെ നമുക്ക് ആ പ്രശ്നത്തോട് ദൈവത്തിൻ്റെ ശക്തിയാൽ നമുക്ക് സംസാരിക്കുവാനായിട്ട് കഴിയണം. ദൈവവചനത്തിൽ ഉടനീളം നമ്മൾ അതാണല്ലോ കാണുന്നത്. ആ രോഗത്തോട്, ആ വലിയ പ്രശ്നങ്ങളോട് സംസാരിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു രോഗിയാണെങ്കിൽ, ഞാൻ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ക്യാൻസറാണ്, ഞാൻ ക്യാൻസർ രോഗിയാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതല്ല നമ്മുടെ ഐഡൻറ്റിറ്റി. നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ കർത്താവിൻ്റെ മകനാണെന്നുള്ള, കർത്താവിൻ്റെ മകളാണ്. ദാറ്റ് ഈസ് അവർ ഐഡൻറ്റിറ്റി. വാട്ട് ഈസ് അവർ ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ്? നമ്മൾ ദൈവമക്കളാണ്. കാൺവീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാനൊരു രോഗിയാണ് എന്നുള്ളതല്ല നമ്മുടെ ഐഡൻറ്റിറ്റി. എനിക്കൊരു രോഗമുണ്ട്, അത് സത്യമായിരിക്കാം. ഇപ്പോൾ തന്നെ ഞാൻ രോഗിയാണ് എന്ന് പറയുന്നതും എനിക്ക് രോഗമുണ്ട് എന്ന് പറയുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഐ ആം ആംഗ്രി എന്ന് പറയുന്നതും ഐ ആം ഫീലിംഗ് സം ആങ്കർ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ഞാൻ അങ്ങ് ആംഗ്രി ആയിട്ട് എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ ദേഷ്യത്തിന് കൊടുക്കുകയല്ല. എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ രോഗത്തിന് കൊടുക്കുകയല്ല. എൻ്റെ ഐഡൻറ്റിറ്റി എപ്പോഴും ഞാൻ കർത്താവിൻ്റെ മകനാണ്, ഞാൻ ആത്മാവിൽ ശക്തിയുള്ളവനാണ്. അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരെയും ഐഡൻറ്റിറ്റി. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള മലയോട്, നമ്മുടെ മുമ്പിലുള്ള പർവ്വത സമാനമായ പ്രശ്നങ്ങളോട് ശക്തിയോടുകൂടി ആത്മാവിൽ സംസാരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മൾ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ, എനിക്ക് നല്ല ജോലി വേണേ, അത് വേണേ, ഇത് വേണേ എന്നൊക്കെ നമ്മൾ കർത്താവിനോട് പറയുന്നത് മാറിയിട്ട് വിശ്വാസത്താൽ നമുക്ക് കർത്താവ് നൽകിയിട്ടുള്ള അധികാരത്തോടുകൂടെ കൽപ്പിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കറിയാം, ലാസർ മരിച്ച സമയത്ത്, മരിച്ചു കിടക്കുമ്പോൾ, അടക്കിക്കഴിഞ്ഞ് ആ ശവക്കല്ലറിലിരിക്കുമ്പോൾ കർത്താവ് വന്ന സമയത്ത് മാർത്ത പറയുകയാണ്, നീ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കത്തില്ലായിരുന്നു. മറിയാൻ പറയാണ്, അയ്യോ കർത്താവ്, നീ ഇവിടെ സമയത്തുണ്ടായിരുന്ന ഒരിക്കലും എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. എന്നാൽ അത് പറഞ്ഞതിന് ശേഷം മാർത്ത ഒരു വാക്കൂടെ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 11:21 നമുക്കത് വായിക്കാം. സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ റെഫറൻസ് ഒന്നും എടുക്കുന്നില്ല. മാർത്ത പറയാണ്, നീ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കത്തില്ലായിരുന്നു. പിന്നീട് പറയുന്നൊരു വാക്കാണ് എന്നെ ആകർഷിച്ചത്. ഈവൻ നൗ ഐ നോ വാട്ട് എവർ യു ആസ്ക് ഗോഡ് വിൽ ഗിവ് ടു യു. മരിച്ച് 4 ദിവസമായി അവന് കഴിഞ്ഞ് തീർന്നു. എന്നാലും നീ ഇവിടെ ഉണ്ടായിരുന്നതിൽ മരിക്കത്തില്ലായിരുന്നു. പക്ഷേ എന്നാലും ഇപ്പോൾ തന്നെയും നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് മാർത്ത പറഞ്ഞത്. പ്രിയമുള്ളവർ, അതാണ് വിശ്വാസം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വന്ന് എല്ലാം കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിച്ചാൽ എന്നാലും ദൈവത്തിന് ചെയ്യാൻ കഴിയും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മാർത്തയുടെ ആ വിശ്വാസമാണ്
ലാസറിന് ജീവൻ നൽകുവാനായിട്ട് കാരണമായി തീർന്നത്. അതുകൊണ്ട് ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല എന്ന് നമ്മൾ പറയുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൂടെ അബ്രഹാം ചെയ്തതുപോലെ അത് പ്രവൃത്തിബോധത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ട് പലപ്പോഴും വിശ്വാസം എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതായിട്ടുള്ള കാര്യമല്ല. അബ്രഹാമിന് ഒരിക്കലും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നൊരു കാര്യമല്ലായിരുന്നു അത്. അബ്രഹാം ഭാര്യയോടോ വേലക്കാരോടോ ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അത് നടക്കുകയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് അബ്രഹാം ബുദ്ധിമാനായിരുന്ന അബ്രഹാമിന് അറിയാം ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ നടക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം നിശബ്ദരായി, ആരോടും പറയാതെ, ഇസാക്കിനോട് പോലും പറയാതെ നിശബ്ദരായി ദൈവത്തോട് മാത്രം സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒത്തിരി സംസാരിച്ചിട്ട് കാര്യമില്ല. സാധാരണ നമ്മൾ ചെയ്യുന്നത്, നമുക്കൊരു വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആളുകളെ വിളിക്കും, ആളുകളോട് സംസാരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല, ആളുകളോട് സംസാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരാളോട് അത്, ഈ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു വാചകമുണ്ട്, ഷെയറിങ് ഹാസ് ദ ബർഡൻ ആൻഡ് ഡബിൾസ് ദ ജോയ്. നമ്മുടെ ഒരു വിഷമം ഒരാളോട് നമ്മൾ പറയുന്ന ഉടനെ നമുക്കൊരു ആശ്വാസം ഉണ്ടാകും, അത് ശരിയാണ്. പക്ഷേ എന്നാൽ നമ്മളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയോടല്ല പറയേണ്ടത്. ഒരു ഉദാഹരണം ചിന്തിച്ചാൽ നമുക്കറിയാം, ആ ശൂന്യകാരത്തിയുടെ മകൻ മരിച്ചപ്പോൾ എല്ലാവരോടും പറയാതിരുന്ന, സാധാരണ ഒരു മകൻ മരിച്ചാൽ എല്ലാവരോടും അറിയുമല്ലോ, എന്നാൽ ആ സ്ത്രീയെ ഭർത്താവിനോട് പോലും പറഞ്ഞില്ല മകൻ മരിച്ചു എന്നുള്ളത്. മകൻ മരിച്ചപ്പോൾ ഭർത്താവിനോട് പറഞ്ഞ് എനിക്കൊരു വഴി വരപ്പാനായിട്ട് എനിക്കൊരു വാഹനം വേണമെന്ന് പറഞ്ഞ് നിശബ്ദയായിട്ട് ആ കുഞ്ഞിൻ്റെ ശവശരീരം എടുത്തുകൊണ്ട് നിശബ്ദയായിട്ട് അവൾ പോവുകയായിരുന്നു. പോകുന്ന വഴിക്കൊക്കെ പലരും കണ്ടു. സുഖമാണോ എന്ന് ചോദിച്ചു, സുഖമാണെന്ന് പറഞ്ഞു. കേകസി ചോദിച്ചു, സുഖമാണോ, എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒരു പ്രത്യേകതയുമില്ല, എല്ലാം സുഖം, എവരിതിങ് ഈസ് ഓക്കെ എന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ട് ആ ദൈവത്തിൻ്റെ മുൻപിൽ, ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ പ്രവാചകന്റെ മുൻപിൽ മാത്രമാണ് അവർ ആ സത്യം പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ പറയേണ്ട കാര്യമില്ല, ദൈവത്തിൻ്റെ മുൻപിൽ മാത്രം ആ പ്രശ്നത്തോട് തന്നെ നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയോടുകൂടെ സംസാരിക്കുവാനായിട്ട് സാധിക്കണം. ഒന്നാമതായിട്ട് നമ്മുടെ വിശ്വാസം പ്രാർത്ഥനയിലാണ് വെളിപ്പെടേണ്ടത്. ദൈവശക്തിയുടെ അളവറ്റ ദൈവശക്തിയുടെ അധികാരത്തോടുകൂടെ സംസാരിക്കുന്ന ആ പ്രാർത്ഥനയിലാണ് നമ്മുടെ വിശ്വാസം വെളിപ്പെടേണ്ടത്. രണ്ടാമതായിട്ട് നാം കാണുന്ന, വിശ്വാസത്താൽ നാം അവകാശികളാകുന്നു. ഇൻഹെറിറ്റൻസ് ബൈ ഫെയ്ത്ത്. വി ഇൻഹെറിറ്റ് ഓൾ ദ ബ്ലെസ്സിങ് ഇൻ ജീസസ് ബൈ ഫെയ്ത്ത്. നമ്മുടെ സകല അനുഗ്രഹങ്ങളും വിശ്വാസത്താൽ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടതാണ്. എഫേസ്യർക്കെഴുതിയ ലേഖനം 1:14 പൗലോസ് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എഫേസ്യർ 1:14, ഞാനതൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കാം. തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നമ്മുടെ ആ വിശ്വാസത്തിലൂടെയാണ് നമുക്ക് അവകാശം ലഭിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 1-3 വാക്യത്തിൽ പൗലോസ് പറയുന്ന, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ്, സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിക്കും എന്നല്ല, നമ്മളെ ഓൾറെഡി അനുഗ്രഹിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അത് ഭൂതകാലത്തിലാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക. എന്നാൽ പൗലോസ് പറയുന്നത്, നിങ്ങൾ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, കർത്താവ് ഓൾറെഡി ക്രിസ്തുവിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് അനുഗ്രഹിച്ചു കഴിഞ്ഞു. ആ ആത്മീക അനുഗ്രഹങ്ങളാണ് നമ്മുടെ ശക്തിയായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്താലാണ് നമ്മൾ ഈ എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും പ്രാപിക്കുന്ന. അബ്രഹാമിനുണ്ടായിരുന്നത് പോലെയുള്ള ആ വിശ്വാസം കർത്താവ് തന്നെ പറഞ്ഞു. ഇനി നിങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 15:15 പറയുകയാണ്, ഇനി നിങ്ങളെ ദാസന്മാർ എന്ന് ഞാൻ പറയുന്നില്ല, പിതാവിൽ നിന്ന് ഞാൻ കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ദാസന്മാരല്ല, എൻ്റെ സ്നേഹിതരെ പോലെയാണ്. കർത്താവ് പറയാണ്, ഞാൻ ചെയ്തതായ ഈ ശുശ്രൂഷ ഇനി നിങ്ങളാണ് തുടർന്ന് ചെയ്യുന്നത്. ഞാൻ ചെയ്തതുപോലെ തന്നെ ഈ ശുശ്രൂഷ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ പങ്കാളികളാണ്, സഹകാരികളാണ്, നിങ്ങൾ ദാസന്മാരല്ല എന്നാണ് കർത്താവ് പറയുന്നത്. നമുക്കറിയാം, ദാസനെല്ലാം അറിയുന്നില്ലല്ലോ. ദാസനോട് പറയും,
ഇന്നത് നീ പോയി ചെയ്യുമെന്ന് പറയും. എന്തിനാണത് ചെയ്യുന്നതെന്നോ അത് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണെന്നോ ഒന്നും ദാസനോട് വിശദമായിട്ട് പറയത്തില്ല. നീ ഇന്നടം വരെ പോയി ഇന്നത് ചെയ്തിട്ട് വരിക എന്ന് മാത്രമേ ദാസനോട് പറയത്തുള്ളൂ. എന്നാൽ കർത്താവ് പറയാണ്, നിങ്ങൾ അങ്ങനെയല്ല. ഞാൻ പിതാവിൽ നിന്ന് അറിഞ്ഞത് മുഴുവൻ നിങ്ങളെയും അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളും അറിയുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ദാസന്മാരല്ല എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മൾ പറയുമല്ലോ, ഓരോ കർത്താവിൻ്റെ നമ്മൾ ഒത്തിരി വിനയമുള്ളവരാണ്, അല്ലെ വിനയം അനുഭവിക്കുന്നവരാണ്, അഭിനയിക്കുന്നവരാണ്. ഞാനിങ്ങനെ ഒരു കാർട്ടൂൺ പണ്ട് കണ്ടു. ഇങ്ങനെ ഒരു ദേവദാസൻ ഇങ്ങനെ ഒരു ചർച്ചിലെ പ്രസംഗിക്കാനായിട്ട് ചെന്നു. അപ്പോൾ ആ ചർച്ചിലെ പാസ്റ്റർ ആ ദേവദാസനെ പരിചയപ്പെടുത്തുക. അദ്ദേഹമാണെങ്കിൽ വളരെ ശോഷിച്ച്, നാട്ടിലെ ഒരു ദേവദാസനാണ്, വളരെ ക്ഷീണിച്ച് ഒരു പഴയ ജൂവായും ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ പാസ്റ്റർ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ്, കർത്താവിൻ്റെ എളിയ ദാസൻ നമ്മുടെ മധ്യത്തിലുണ്ട്, അദ്ദേഹം വന്നിരിക്കുന്നു എന്ന് പറയാം. പിന്നീട് ഈ പാസ്റ്റർ അമേരിക്കയിലൊക്കെ പോയി നല്ല ആളങ്ങ് മാറി, വണ്ണമൊക്കെ വെച്ച് നല്ല കൊഴുത്ത്, നല്ലൊരു കോട്ടും ഒക്കെ ഇട്ട്, നല്ല എല്ലാം കൂടിയ കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വെച്ചുകൊണ്ട് വന്ന് ആളിനെ കണ്ടാൽ തന്നെ അങ്ങ് വ്യത്യാസമായി. അപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ചെന്ന് അപ്പോൾ ഈ പാസ്റ്റർ പരിചയപ്പെടുത്തുകയാണ്, കർത്താവിൻ്റെ വിലയേറിയ ദാസൻ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ എളിമയും വിലയേറിയതും ഒന്നുമല്ല. കർത്താവ് പറഞ്ഞ എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദാസൻ അല്ല, ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8:15 15 വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ ദാസന്മാർ എന്ന് നമ്മൾ പറയുന്നെങ്കിൽ അതിലുപരിയായിട്ട് നമ്മൾ കർത്താവിൻ്റെ മക്കൾ തന്നെയാണ് എന്നുള്ള ആഴമായിട്ടുള്ള വിശ്വാസമുള്ളവരായിട്ട് നമുക്ക് ആയിരിക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 4:5 അത് പൗലോസ് വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ടല്ലോ. ഗലാത്യർ 4:5 പറയാണ്, അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അതുകൊണ്ട് കർത്താവ് തൻ്റെ ആ യാഗത്തിലൂടെ ആ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കി ആ പുത്രത്വം നമുക്ക് നൽകിയിരിക്കുകയാണ്. പിന്നീട് എന്താണ് പറയുന്നത്? നിങ്ങൾ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളുമാണ്. മക്കളെന്ന് നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ അവകാശികളല്ല. നമുക്കറിയാം, എത്ര വലിയ അടുപ്പമുള്ള സ്നേഹിതരാണെങ്കിലും ഒന്നും അവകാശം പ്രാപിക്കത്തില്ല. അവകാശം പ്രാപിക്കുന്നത് സ്വന്തം മക്കൾ മാത്രമേ അവകാശം പ്രാപിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ മക്കളാണെന്നുള്ള ആഴമായിട്ടുള്ള വിശ്വാസമുള്ളവരായിട്ട് നമുക്കായിരിക്കും. നമുക്കറിയാം, കർത്താവ് പറഞ്ഞ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ആ സ്നേഹസമ്പൂർണനായ പിതാവിൻ്റെ ഉപമ, നമ്മളത് സാധാരണ ലോകം അതിനെ പറയുന്നത് മുടിയൻപുത്രൻ്റെ ഉപമ എന്നാണ്. ഞാനത് കാണാൻ ആഗ്രഹിക്കുന്നത് സ്നേഹസമ്പൂർണനായ പിതാവിൻ്റെ ഉപമ. ആരൊക്കെ മുടിഞ്ഞിട്ടുണ്ടോ അവരെക്കുറിച്ച് പറയാനാണ്, അല്ലെങ്കിൽ ആ മുടിഞ്ഞവരെക്കുറിച്ച് പറയാനാണല്ലോ ലോകത്തിൻ്റെ താല്പര്യം. ആ മനുഷ്യൻ പിതാവിൻ്റെ അടുത്ത് വരുമ്പോൾ എന്താണ് പറയുന്നത്? ഞാൻ പിതാവിൻ്റെ അടുത്ത് എന്ന് ഞാൻ പറയും, ഇനി ഞാൻ മകനല്ല, അതിനുള്ള യോഗ്യത എനിക്കില്ല, ഒരു ദാസന്മാരിൽ ഒരാളെ പോലെ എന്നെ ആക്കണമേ എന്ന് ഞാൻ പറയും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ അങ്ങോട്ട് ആ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുന്നത്. എന്നാൽ പിതാവിൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ അത് പറയാനായിട്ട് അവന് സാധിച്ചില്ല. അത് പറയാൻ ഒരു അവസരം പോലും പിതാവ് കൊടുത്തില്ല. അതിനു മുമ്പ് തന്നെ അവനെ വലിയ വിശേഷമായ അങ്കി ധരിപ്പിച്ചു, അവൻ്റെ കയ്യിൽ മോതിരം ഇടുകയാണ്. പ്രിയമുള്ളവർ, അവൻ്റെ കയ്യിൽ മോതിരം എന്ന് പറഞ്ഞാൽ നീ എൻ്റെ മകനാണ്, നീ സകലത്തിൻ്റെ അവകാശിയാണ് എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് മോതിരം ഇടുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ആ പിതാവ് ഓടിയാണ് അടുത്തോട്ട് ചെന്ന്. യഹൂദന്മാർ സാധാരണ പ്രായമുള്ളവർ, ഒരു അഡൽട്ടായിട്ടുള്ള ഒരാൾ, പ്രായപൂർത്തിയുള്ള ഒരാൾ ഓടത്തില്ല. തന്നെയല്ല, ഈ പിതാവിനെ പോലെ വളരെ പ്രമാണിയായ ഒരു മനുഷ്യൻ ഒരിക്കലും ഓടാൻ പാടില്ല. എന്നാൽ ഈ മകനെ ദൂരെ നിന്ന് കണ്ട് അദ്ദേഹം ഓടിച്ചെന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ പിതാവിൻ്റെ ആ സ്നേഹം, ആ ഓടിച്ചെല്ലാനുള്ള ഒരു കാരണം ഞാൻ ചിന്തിക്കുന്നത്,
ഈ വേറെ ആരെങ്കിലും ഇവനെ കണ്ടാൽ ഒരുപക്ഷെ ഇവനെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള സാധ്യതയുണ്ട്. അതായത് മോശയുടെ ന്യായപ്രമാണ പ്രകാരം പിതാവിനെ അനുസരിക്കാതെ പോയവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ആപത്തുണ്ടാകാതെ ഇരിക്കാൻ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഇവനെ താൻ ഓടാൻ പാടില്ലെങ്കിൽ തന്നെ തൻ്റെ ആ പ്രമാണിത്വവും അഭിമാനവും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ആ പിതാവ് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. പ്രിയമുള്ളവരെ, ആ ഒരു സ്നേഹമാണ്. ആ ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. നമ്മൾ ആ ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്കറിയാം, ആദാമിനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവത്തിൻ്റെ ആത്മാവോടുകൂടെയാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ അനുസരണക്കേട് എന്താണ്? ദൈവത്തെ കൂടാതെ നന്മകൾ പ്രാപിക്കാനുള്ള ശ്രമമായിരുന്നു അനുസരണക്കേട്. ഇന്ന് പലപ്പോഴും നമ്മളും അങ്ങനെയാണ്. ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ, വർഷങ്ങളായിട്ട് നമ്മൾ വിചാരിച്ചൊരു കാര്യം അല്ലെ ധാരാളം നമ്മൾ ശ്രമിച്ചിട്ട് നടക്കാതെ വരുമ്പോൾ എങ്ങനെയും നടത്താനായിട്ട് നമ്മൾ ചിലപ്പോൾ ശ്രമിക്കും. അത് ഭയങ്കരമായിട്ടുള്ള അപകടത്തിലായിരിക്കും നമ്മളെ കൊണ്ടുപോകുക. ദൈവത്തെ കൂടാതെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ആദാമും ഹവ്വായും ശ്രമിച്ചു എന്നുള്ളതാണ് പാപം. എന്നാൽ അവരോട് എന്താണ് സാത്താൻ പറഞ്ഞത്? പാമ്പ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഇത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നാണ് പറഞ്ഞത്. എന്നാൽ അതൊരു വലിയ ഭോഷ്കായിരുന്നു. അവർ ദൈവത്തെ പോലെ തന്നെ ആയിരുന്നു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആളുകളോട് പറയുകയാണ്, ഇത് കഴിക്കാമെന്നുണ്ടെങ്കിൽ, ദൈവത്തെയുടെ അനുസരണക്കേട് കാണിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. കർത്താവിനെ പറഞ്ഞു, സാത്താൻ ഭോഷ്കിൻ്റെ പിതാവാണ്. അവൻ പറയുന്നത് സകലതും ഭോഷ്കാണ്. അതുകൊണ്ട് യഥാർത്ഥമായിട്ട് ആ കർത്താവിൻ്റെ സ്വരൂപത്തിലാണ് നമ്മൾ എന്നുള്ള ആഴമായിട്ടുള്ള വിശ്വാസമുള്ളവരായിട്ട് നമുക്ക് ആയിരിക്കാം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ആദാമിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയതായ ആ ദൈവത്തിൻ്റെ പുത്രത്വം രണ്ടാമത്തെ ആദാമായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചു. പിന്നെന്താണ് പറയുന്നത്? ക്രിസ്തുവിൽ നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. സ്വർഗത്തിൽ ഇനിയും വളരെ കാലം കഴിഞ്ഞ് ഇരിക്കുമെന്നല്ല, സ്വർഗത്തിൽ നിങ്ങളെ ഇരുത്തുകയും ചെയ്തു. അതായത് നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്. ആ ഒരു ആഴമായിട്ടുള്ള വിശ്വാസമുള്ളവരായിട്ട് സ്വർഗീയ അനുഭവത്തിൽ ഇപ്പോൾ തന്നെ നമ്മൾ ജീവിക്കേണ്ടവരാണ്. കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. എന്നാൽ നമ്മൾ ചോദിക്കും, അയ്യോ ഇത്രമാത്രം കഷ്ടപ്പാടിലൂടെ പോകുന്ന എവിടാ സ്വർഗം? ഞാൻ കാണുന്നില്ലല്ലോ, ഞാൻ നരകമേ കാണുന്നുള്ളൂ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. എന്നാൽ ഈ ജീവിതത്തിൻ്റെ ബദ്ധപ്പാടിൻ്റെ ഉള്ളിൽ യഥാർത്ഥമായിട്ടുള്ള വിശ്വാസമുള്ളവന് ദൈവരാജ്യം അനുഭവിക്കുവാൻ കഴിയും എന്നുള്ളതാണ് സത്യം. അതിന് വലിയ ആഴമായിട്ടുള്ള ബുദ്ധിയോ ജ്ഞാനമോ ഒന്നും ആവശ്യമില്ല അത് മനസ്സിലാക്കുന്നതിന്. നമുക്കറിയാം, പൗലോസും ശീലാസും ആ ഫിലിപ്പയിലെ കാരാഗൃഹത്തിൽ അടികൊണ്ട് വല്ലാത്ത സാഹചര്യത്തിലിരിക്കുകയാണ്. നമുക്കറിയാം, അതിൽ പരം അവരെ മാരകമായിട്ട് അടിച്ച് കൈയും കാലുമൊക്കെ പൊട്ടി അവർ ആ കാരാഗൃഹത്തിൽ ആമത്തിലൊക്കെ ഇട്ട് ഇങ്ങനെ ചങ്ങലകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. എത്രമാത്രം ഒരു ശോചനീയമായ അവസ്ഥയാണ്. നമ്മൾ കണ്ടാൽ, ആര് കണ്ടാലും, അന്ന് അവരെ കണ്ട ആളുകളെല്ലാം പറഞ്ഞു കാണിച്ചു, എന്തോ ഒരു നരകത്തിൻ്റെ അനുഭവത്തിലാണ് ഇവരിയ്ക്കുന്നത്. എങ്ങാണ്ടൂന്ന് വന്ന അടിയും കൊണ്ട് കാരാഗൃഹത്തിൽ പൂട്ടി എല്ലാം ഇട്ടിരിക്കുക, ഇനി എന്തോ. പക്ഷേ അവരെന്താ അവിടെ ചെയ്തത്? അവർ പാടുകയാണ്, സന്തോഷത്തോടുകൂടെ പാടുകയാണ്, ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ അവർ പാടുകയാണ്. അപ്പോഴാണ് യഥാർത്ഥമായിട്ട് സ്വർഗത്തിൻ്റെ അനുഭവം അവിടെ ഇറങ്ങി വന്നത്. ആ തടവുകാർ പോലും ആ കർത്താവിലേക്ക് വന്നു, അല്ലെങ്കിൽ ആ കാരാഗൃഹ പ്രമാണി അവരെ കർത്താവിലേക്ക് വന്നു. ആ സ്വർഗത്തിൻ്റെ അനുഭവം അവിടെ ഉണ്ടാകുകയാണ്. മറ്റുള്ളവർ നോക്കിയപ്പോൾ അവരെ നരകത്തിൻ്റെ അനുഭവത്തിൽ ഇരുന്നെങ്കിൽ അവർ യഥാർത്ഥമായിട്ട് സ്വർഗത്തിൻ്റെ അനുഭവത്തിലായിരുന്നു. അതുകൊണ്ട് ആത്മാവിൽ യഥാർത്ഥമായിട്ടുള്ള വിശ്വാസവും ആത്മാവിൻ്റെ ശക്തിയും ഉണ്ടെങ്കിൽ ഏത് അവസ്ഥയെയും നമുക്ക് സ്വർഗം ആക്കി തീർക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമുക്കറിയാം, പൗലോസിന് തന്നെയും ഒരു ശൂലമുണ്ടായിരുന്നു. പൗലോസിന് എന്തോ ഒരു രോഗമുണ്ടായിരുന്നു. അത് മാറ്റിത്തരണമെന്ന് കർത്താവിനോട് പല പ്രാവശ്യം അപേക്ഷിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞത് എന്താണ്? ദൈവം പറഞ്ഞത് എന്താണ്? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ ആണ് എൻ്റെ ശക്തി കൂടുതലായിട്ട് പ്രകടമാകുന്നത്. ആ പൗലോസിന് തന്നെയും ആ ബുദ്ധിമുട്ടും രോഗം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാം, പൗലോസ് എത്രയോ പേരെയാണ് സൗഖ്യമാക്കിയത്. തനിക്ക് തന്നെ രോഗമുള്ളപ്പോൾ സൗഖ്യമാക്കി. ഞാൻ ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്,
രോഗമുള്ള ഒരു പാസ്റ്റർ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ചിലർ പറഞ്ഞു കേട്ടുണ്ട്, ആദ്യം ഇദ്ദേഹം ഒന്ന് സൗഖ്യമാണ് എന്നിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല. നമ്മൾ തന്നെ പ്രശ്നത്തിലാണെങ്കിലും നമ്മൾ തന്നെ രോഗത്തിലാണെങ്കിലും നമുക്ക് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആ ദൈവശക്തിയിൽ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വിശ്വാസത്താൽ നാം അവകാശികളാണ്. അവകാശികളെന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് ചെയ്തത് എല്ലാം നമുക്കും ചെയ്യുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് പറയുന്നില്ല, നിങ്ങളെൻ്റെ കൂട്ടുപ്രവർത്തകരാണ്. ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും ചെയ്യാൻ കഴിയും. നിങ്ങൾ പിതാവ് എന്നോട് പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പിതാവ് എനിക്ക് കാണിച്ചു തരുന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പിതാവിൽ നിന്ന് കേട്ടത് മാത്രമേ നിങ്ങളോട് ഞാൻ പറയുന്നുള്ളൂ. അതുപോലെ നിങ്ങൾ എന്നിൽ വസിക്കുന്നുവെങ്കിൽ, ആ പിതാവിൽ നിന്ന് കേട്ടത് മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂവെങ്കിൽ, ഞാൻ ചെയ്തതുപോലെ ഈ കാര്യങ്ങൾ നിങ്ങൾക്കും ചെയ്യാൻ കഴിയും. ശക്തിയുള്ളവരായിട്ട് നിങ്ങൾക്ക് ആയിരിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. ഒന്നാമതായിട്ട് വിശ്വാസത്താൽ നമ്മുടെ പ്രാർത്ഥനകൾ അധികാരമുള്ളതായിത്തീരുന്നു. രണ്ടാമതായിട്ട് വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുന്നു. ആ കർത്താവിലുള്ള വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ട് നാം അവകാശികളാകുന്നു. കർത്താവിനെ പോലെ തന്നെയുള്ള അവകാശം, കർത്താവ് ചെയ്ത എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അവകാശം നമ്മിൽ ഉണ്ടാകുന്നു. മൂന്നാമതായിട്ട് ആ വിശ്വാസം ദൈവഹിതം മനസ്സിലാക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നു. ദൈവഹിതത്തിലുള്ള വിശ്വാസം, ഫെയ്ത്ത് ഇൻ ദ വിൽ ഓഫ് ഗാഡ്. വിശ്വാസം എന്നത് ആ ദൈവഹിതം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നതിനും ആ ദൈവഹിതത്തിൽ നിലനിൽക്കുന്നതിനും നമ്മെ സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കൊലോസ്യ ലേഖനം 1:10 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവേഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന ആ സഭയ്ക്ക് വേണ്ടി, ആ കൊലോസ്യ സഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. 1:10 അത് നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമായും വന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട്, ദൈവഹിതത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ നിറഞ്ഞു വരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. അതുകൊണ്ട് ആ ദൈവഹിതം മനസ്സിലാക്കുന്നതിനും ദൈവഹിതത്തിൽ നിലനിൽക്കുന്നതിനും നമുക്ക് സാധിക്കാം. പലപ്പോഴും ദൈവഹിതം നമ്മുടെ ഹിതത്തിന് വിരുദ്ധമായിരിക്കും എന്നുള്ളതാണ് സത്യം. നമുക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കും ദൈവഹിതം. അബ്രഹാമിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ദൈവഹിതം എന്തായിരുന്നു? അബ്രഹാമിന് സ്വപ്നത്തിൽ പോലും ആഗ്രഹമില്ലാത്ത, ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു ദൈവഹിതം. എന്നാൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ എന്താണ്? പലപ്പോഴും നമ്മുടെ ഹിതം ചെയ്തു തരണമെന്ന് നമ്മളോട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥനകൾ. നമ്മൾ പാട്ടൊക്കെ പാടും, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ എന്നൊക്കെ നമ്മൾ പാട്ട് പാടും. പാട്ട് പാടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? എൻ്റെ ഹിതം ഇങ്ങ് ചെയ്തു തരണേ കർത്താവേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, അബ്രഹാം ഒരു പഴയ നിയമഭക്തനാണെങ്കിൽ പോലും ആ ദൈവഹിതത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് തൻ്റെ ഇഷ്ടത്തിന് വിപരീതമാണ്, തൻ്റെ കുടുംബത്തിൻ്റെയും തൻ്റെയും സകല ലോകത്തിൻ്റെയും ഇഷ്ടത്തിന് വിപരീതമായിരുന്നെങ്കിലും അത് നിവർത്തിക്കുന്നതിന് വേണ്ടി പൂർണ്ണമായ മനസ്സോടുകൂടെ അദ്ദേഹം പോയി എന്നുള്ളതാണ്. എന്നാൽ പുതിയ നിയമഭക്തരായ നമുക്ക് എത്രയോ അബ്രഹാമിനേക്കാളും എത്രയോ വലിയ വിശ്വാസമാണ് ഉണ്ടായിരിക്കേണ്ടത്. അതായത് കർത്താവിലുള്ള സകല വാഗ്ദാനങ്ങളും നമുക്കുള്ളതാണ്. ഹിസ് പ്രോമിസസ്, ഓൾ ഹിസ് പ്രോമിസസ് ആർ യെസ് ഇൻ ജീസസ്. കർത്താവ് നമുക്ക് വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ യെസ് ആണ്. എല്ലാ വാഗ്ദത്തങ്ങളും നമുക്ക് ഉള്ളതാണ്, അത് സത്യമാണ്, അത് പൂർണ്ണമാകും എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. 2 കൊരിന്ത്യർ 1:20 അതിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 1:20, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവ എന്നത്രേ, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. അതായത് ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങളും കർത്താവിൽ ഊവ എന്നാണ്, അത് യെസ് എന്നാണ്, അതിൻ്റെ അകത്തൊരു നോ ഇല്ല. അതുകൊണ്ട് പൗലോസ് എന്താണ് പറയുന്നത്? അതുകൊണ്ട് ആമേൻ, ഓൾ ദ പ്രോമിസസ് ആർ ആമേൻ, അത് ശരിയാണ്, അത് നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു
എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ആ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒരുപക്ഷെ ദൈവഹിതം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ലായിരിക്കും. അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകത്തില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, അല്ലെ എന്തുകൊണ്ടാണ് ദൈവം ഇത് പറയുന്നത് എന്നൊന്നും നമുക്ക് മനസ്സിലായെന്ന് വരത്തില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അബ്രഹാമിന് ഒരിക്കലും അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ലെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതിനും അതീതമായിട്ട് ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം. ദൈവഹിതം എന്താണെങ്കിലും അത് പൂർണ്ണമായിട്ട് നിറവേറ്റുന്നതിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുന്നതാണ് വിശ്വാസം. നമുക്കറിയാം, കർത്താവ് ആ ക്രൂശിലേക്ക് പോകുമ്പോൾ പറഞ്ഞു, പിതാവേ, ഇതൊരു വലിയ പാനപാത്രമാണ്, ഇത് കഴിയുമെങ്കിൽ എന്നിൽ നിന്ന് മാറിപ്പോകണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം മാത്രം നടക്കട്ടെ. അവിടെ ഉള്ള ഒരു വലിയൊരു സത്യമുണ്ട്, ഒരു തിയോളജിക്കലായ ഒരു വലിയ ഒരു സത്യമുള്ള ഇതാണ്, കർത്താവ് ആ പാനപാത്രം മാറിപ്പോകണമെന്ന് ആഗ്രഹിച്ചു, എന്നാൽ അതിൽ നിന്ന് ഓടിപ്പോവുകയല്ലായിരുന്നു. ജീസസ് റിമൂവ് ദ കപ്പ് ബൈ ഡ്രിങ്കിങ് ഇറ്റ്. കർത്താവ് ആ പാനപാത്രം മാറ്റിക്കളഞ്ഞത് എങ്ങനെയാണ്? അതിലൂടെ കടന്നുപോയി അതിനെ പൂർണ്ണമായി ശിരസാ വഹിച്ചുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ ആ പാനപാത്രം കർത്താവ് പൂർണ്ണമാക്കിയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും പല സാഹചര്യങ്ങളെയും നാം അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും ദൈവഹിതത്തിൽ നിലനിൽക്കുന്നതിനും നമുക്ക് കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം പ്രകടമാകുന്നത്. പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ദൈവഹിതം മാനുഷികമായ ബുദ്ധിക്ക് നിരക്കുന്നതല്ല മിക്കപ്പോഴും. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഫിലിപ്പോസ് ശമരിയയിൽ ചെന്ന് സുവിശേഷം അറിയിക്കുകയാണ്. സാധാരണ അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരൊന്നും ശമരിയയിൽ പോയില്ല. ശമരിയക്കാര് കൊള്ളരുതാത്തവരായിട്ടും തീണ്ടിക്കൂടാത്തവരായിട്ടും തൊട്ടുകൂടാത്തവരായിട്ടും ഒക്കെയാണ് അവർ ഇസ്രായേൽ മക്കൾ കരുതിയിരുന്നത്. എന്നാൽ ഫിലിപ്പോസ് ആത്മാവ് നിറഞ്ഞവനായിട്ട് ആ കർത്താവ് പോയതുപോലെ ആ ശമരിയയിൽ ചെന്നിട്ട് സുവിശേഷം അറിയിക്കുകയാണ്. അവിടെ ശമരിയയിൽ ഒരു വലിയ റിവൈവൽ ഉണ്ടായി, ഭയങ്കരമായൊരു ഉണർവുണ്ടായി. അനേകര് കർത്താവിനെ സ്വീകരിച്ചു, അനേകരെ സ്നാനമെടുത്തു, അനേക രോഗികൾ സൗഖ്യമായി. ഭയങ്കരമായൊരു ആത്മാവിൻ്റെ പകർച്ച അവിടെ ഉണ്ടായി, ഒരു വലിയ ഉണർവ് അവിടെ ഉണ്ടായി. അപ്പോഴ് എന്താണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അവിടെ നിന്ന് ആരും പോകത്തില്ല, വീണ്ടും വീണ്ടും ആ മിനിസ്ട്രി തുടരണം എന്നാണ് പറയുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറയാണ്, നീ ഈ മിനിസ്ട്രി ഒക്കെ വിട്ടിട്ട് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. പ്രിയമുള്ളവർ, ഒരു വലിയ ശക്തമായ മിനിസ്ട്രി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് വിട്ടിട്ട് ആരുമില്ലാത്ത വിജനമായ ഒരു വഴിയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കേട്ടാൽ പറയാം, അത് പരിശുദ്ധാത്മാവൊന്നുമില്ല, അത് സാത്താൻ്റെ ഒരു ചിന്തയാ, അല്ലെങ്കിൽ എങ്ങനെ ഈ മിനിസ്ട്രി വിട്ടിട്ടൊക്കെ പോകാൻ സാധാരണല്ല ആരെങ്കിലും പറയുമോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷേ ആ പരിശുദ്ധാത്മാവിൽ വിവേചനം ഉണ്ടായിരുന്ന ഫിലിപ്പോസ് പരിശുദ്ധാത്മാവിൻ്റെ നേരിയ ശബ്ദം കേൾക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അർത്ഥമൊന്നും മനസ്സിലായില്ല, ഈ മിനിസ്ട്രി വിട്ടിട്ട് എന്തിനാണ് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുന്നതെന്നുള്ള മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ഫിലിപ്പോസിനൊന്നും മനസ്സിലായില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് തന്നോട് പറഞ്ഞത് പൂർണ്ണമായി ശിരസ വഹിച്ചുകൊണ്ട് അദ്ദേഹം അത് ചെയ്തത്. നമുക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. ആ നിർജ്ജനമായ വഴിയിലൂടെ ഫിലിപ്പോസ് നടക്കുമ്പോഴാണ് എത്യോപ്യ രാജ്യയുടെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന ആ ഷണ്ണൻ, ആ ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന അദ്ദേഹം അവിടെ തിരിച്ച് യെരുശലേമിൽ ചെന്നിട്ട്, ആ ഭക്തനായ മനുഷ്യൻ യെരുശലേമിൽ നമസ്കരിച്ചിട്ട് ആരാധനയൊക്കെ കഴിച്ചിട്ട് തിരികെ എത്യോപ്യയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അവിടെ വെച്ച് തന്നെ അദ്ദേഹം സ്നാനപ്പെടുകയും അദ്ദേഹം ഒരു വിശ്വാസിയായി തീരുകയും ചെയ്തു. നമുക്കറിയാം, പിന്നീട് 4-ാം നൂറ്റാണ്ടിൽ എത്യോപ്യ മുഴുവൻ ഒരു ക്രിസ്തീയ ആഫ്രിക്കയിലെ എത്യോപ്യ മുഴുവൻ പൂർണ്ണമായും ഒരു ക്രിസ്തീയ രാജ്യമായി തീർന്നു എന്ന് നമുക്ക് കാണുന്നതിന് സാധിക്കും. അതുകൊണ്ട് മാനുഷികമായ ബുദ്ധിയൊക്കെ മാറ്റിവെച്ച് പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നതിനും ദൈവഹിതം മനസ്സിലാക്കുന്നതിനും അതിൽ നിലനിൽക്കുന്നതിനും നമുക്ക് സാധിക്കുമെങ്കിൽ അവിടെയാണ് നമ്മുടെ വിശ്വാസം നമുക്ക് പ്രയോജനകരമായി തീരുന്നത്. എന്നാൽ നമുക്ക് കഴിയാത്ത നമ്മൾ ചില കാര്യങ്ങൾ ദൈവം നമുക്ക് തരുമ്പോൾ, ചിലപ്പോൾ നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് നമ്മൾ വിചാരിക്കും, ഒരിക്കലും ഈ ജോലി എനിക്ക് കിട്ടത്തില്ല, ഇത് ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല, ഇതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, അല്ലെങ്കിൽ വേറെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അർഹതയില്ലാന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ കിട്ടാനായിട്ട് പോകുമ്പോൾ നമ്മൾ പുറകോട്ട് നിൽക്കും. ദൈവഹിതമാണെങ്കിലും നമ്മൾ വിചാരിക്കും എനിക്കതിനുള്ള കഴിവില്ലല്ലോ എന്ന് കണ്ട് നമ്മൾ പുറകോട്ട് നിൽക്കുക. അതാണ് നമ്മുടെ അവിശ്വാസം. എന്നാൽ എനിക്കിതിന് കഴിവില്ല, ദൈവത്താൽ കഴിയും. ആ മാർത്ത പറഞ്ഞ പോലെ ഇതൊന്നും നടക്കുന്ന കാര്യമായിട്ട് ലോകത്തിന് തോന്നുന്നില്ല, എന്നാൽ ഈ സമയത്തും നിനക്കിത് ചെയ്യാൻ കഴിയും
എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവത്താൽ കഴിയും എന്നുള്ള ആ വിശ്വാസമുള്ളവരായിട്ട് നമുക്ക് പോകാൻ കഴിയണം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതാണ് ദൈവത്തിലുള്ള വിശ്വാസം. ആ ദൈവമുള്ളവരും ദൈവമില്ലാത്തവരും, അല്ലെ വിശ്വാസമുള്ളവരും ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് കാണാൻ സാധിക്കുന്നത്. സാധാരണമായിട്ടിരിക്കുമ്പോൾ ഒന്നും പ്രത്യേകത കാണത്തില്ല. പക്ഷേ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങൾ, ആ ലാസർ മരിച്ചു കിടന്നതുപോലെ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളാണ് ദൈവത്തിലുള്ള വിശ്വാസം അത് യാഥാർത്ഥ്യമായി തീരേണ്ടത്. ആ വിശ്വസിക്കുന്നതിന് മേൽ വ്യാപരിക്കുന്ന അളവറ്റ ദൈവശക്തിയുടെ ആ വലുപ്പം നമ്മൾ പ്രകടമാകേണ്ടത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ്. പ്രിയമുള്ളവരെ, വിശ്വാസം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് അല്ല. നമ്മൾ പറയും എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താ കാര്യം? അത് പ്രവൃത്തിബോധത്തിൽ എന്ന് പറഞ്ഞാൽ യാക്കോബ് പറയുന്നുണ്ട്, പ്രവൃത്തികളില്ലാത്ത വിശ്വാസം വ്യർത്ഥം. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ വിശ്വാസം നമ്മൾ ശക്തമായി വരണം. എന്നെക്കൊണ്ട് കഴിയത്തില്ല, പക്ഷേ എൻ്റെ ദൈവത്തിന് ഇത് ചെയ്യാൻ കഴിയും. എന്നിൽ വ്യാപരിക്കുന്ന ആ അളവറ്റ ദൈവശക്തിയുടെ ആ ദൈവശക്തിയാൽ ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്, ആ അറിവാണ് വിശ്വാസം. ദൈവത്തെ അറിയുന്നത് തന്നെ ശക്തിയാകുന്നു. അവനെ അയച്ച ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ ശക്തിയാകുന്നു. ഏകസത്യ ദൈവമായി നീ അയച്ച ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ ആണല്ലോ ദൈവശക്തി. ആ അറിയുക എന്ന് പറയുമ്പോൾ ആ ക്രിസ്തു നമ്മിൽ വസിക്കുന്നത്, ആ ദൈവശക്തി നമ്മിൽ ആയിരിക്കുന്നത്, അതാണ് യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം. അതുകൊണ്ട് നമുക്കറിയാം, വിശ്വാസം എന്ന് പറയുന്ന ഒരു ഫീലിങ്ങോ അല്ലെ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുന്നതോ അല്ല. സ്നേഹമെന്ന് പറയുന്നത് നമ്മൾ പറയും എനിക്ക് വലിയ സ്നേഹമാണ്. നമ്മുടെ കാര്യം എന്താ? സ്നേഹം എന്ന് പറഞ്ഞൊരു ഫീലിംഗ് ആണ്. ഈ ചിലർ പറയും എനിക്കങ്ങ് ഭയങ്കര സ്നേഹമാണ്. നമുക്കറിയാം, ചെറുപ്പക്കാരൊക്കെ പ്രേമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പറയും ഞാൻ എൻ്റെ ജീവൻ വരെ ഞാൻ നിനക്ക് തരും, അങ്ങനെയൊക്കെയാണല്ലോ സംസാരിക്കുന്നത് എന്നൊക്കെ സംസാരിക്കും. ഇവിടെ ആണെങ്കിൽ ഈ എൻ്റെ സ്നേഹിതർ അവരുടെ ഭാര്യയെ വിളിക്കുമ്പോൾ, എൻ്റെ സ്നേഹിതന് ഭാര്യയെ വിളിക്കുമ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ സംസാരം നിർത്തുന്നത് ഇങ്ങനെ, ഫോണിൽ സംസാരം നിർത്തുന്നത് ഇങ്ങനെ, ലവ് യു എന്ന് പറഞ്ഞാൽ സംസാരം നിർത്തുന്നത്. എപ്പോഴും അങ്ങനെയാണ് പറയുന്നത്. നമ്മളങ്ങനെ പറയത്തില്ല. നമ്മൾ സ്നേഹമുണ്ടെങ്കിൽ സ്നേഹം നമ്മൾ ഉള്ളിൽ വെക്കത്തേ ഉള്ളൂ. എൻ്റെ മാതാപിതാക്കൾ ഏകദേശം 50 വർഷത്തിൽ കൂടെ 55-60 വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചവരാണ്. എത്രമാത്രം അവർ സ്നേഹം ഉണ്ടായിരുന്നിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാ. എന്നാൽ ഒരിക്കൽ പോലും എൻ്റെ പിതാവ് എനിക്ക് നിന്നോട് വലിയ സ്നേഹമാണ് കേട്ടോ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല. അങ്ങനെ നമ്മുടെ മാതാപിതാക്കൾ ആരും തന്നെ അങ്ങനെ പറയത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഐ ലവ് യു എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ പറയുന്നത് കൊണ്ടല്ല. നമ്മൾ തിരുവനന്തപുരം വായിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായിരുന്ന യോഹന്നാൻ എന്താ പറയുന്ന, കുഞ്ഞുങ്ങളെ നിങ്ങൾ വാക്കിനാലും മാത്രമല്ല സ്നേഹിക്കണം, നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ നിങ്ങൾ സ്നേഹിക്കുക. സ്നേഹം എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് അല്ല. ഇറ്റ് ഈസ് നോട്ട് എ ഫീലിംഗ്, ഇറ്റ് ഈസ് ആൻ ആക്ഷൻ. സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെ കാണിക്കേണ്ടതാണ്. അത് പറഞ്ഞത് കൊണ്ടോ ആയില്ല. പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കാം. പക്ഷേ കർത്താവ് സ്വർഗത്തിലിരുന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, എനിക്ക് നിങ്ങളൊക്കെ വലിയ സ്നേഹമാണ്, എനിക്കെല്ലാ മനുഷ്യരെ സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അവൻ ആ ദൈവത്വമൊക്കെ വിട്ട് ഒരു മനുഷ്യനായി, ഏറ്റവും നിസ്സാരനായ ഒരു മനുഷ്യനായി ആ മനുഷ്യന് വേണ്ടി വന്ന് പീഡ അനുഭവിച്ച് മരിച്ച് അങ്ങനെയാണ് തൻ്റെ സ്നേഹം പ്രകടമാക്കിയത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു, എനിക്ക് വിശ്വാസമുണ്ടെന്ന് നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ആ ദൈവത്തോടുള്ള സ്നേഹവും ദൈവഹിതം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. പ്രിയമുള്ളവരെ, നിങ്ങൾ ഏകദേശം 100-150 വർഷം മുമ്പ് ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ് ചാൾസ് ബ്ലോണ്ടിൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചത് 1897 മരിച്ചിട്ട് തന്നെ 125 വർഷത്തിൽ കൂടുതലായി. അദ്ദേഹം ഒരു ഫ്രഞ്ചുകാരനായിരുന്നു, കാനഡയിൽ ജീവിച്ചിരുന്ന ഒരു ഫ്രഞ്ചുകാരൻ. അദ്ദേഹം ചെയ്തിരുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു കായികാഭ്യാസിയായിരുന്നു. അദ്ദേഹം ചെയ്തിരുന്ന ഒരു കായികാഭ്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നയാഗ്ര വെള്ളച്ചാട്ടം, അമേരിക്കയ്ക്കും കാനഡയ്ക്കും ഇടയ്ക്കുള്ള നയാഗ്ര നദിയിലെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ നയാഗ്ര നദിയുടെ ഇങ്ങേക്കര ന്യൂയോർക്കാണ്. അമേരിക്കയിലെ ന്യൂയോർക്കും അങ്ങേക്കര ഒൻറ്റേറിയോ, കാനഡയിലെ ഒൻറ്റേറിയോ സംസ്ഥാനം ഒൻറ്റേറിയോ ആണ് അങ്ങേക്കര. അപ്പോൾ ഈ കരകൾ തമ്മിൽ വലിയ ദൂരമില്ല, ഒരു പാലമുണ്ട്. ഇദ്ദേഹം ചെയ്തത് ആ പാലത്തിൻ്റെ അവിടെ ഈ 2
ഈ നദിക്ക് കുറുകെ ഒരു വടം കെട്ടിയിട്ട് ആ വടത്തിൽ കൂടെ നടക്കുകയാണ്. അദ്ദേഹം അത് ചെയ്തു. ആ വടത്തിൽ കൂടെ നടന്ന് അങ്ങനെ ഒന്നും രണ്ടും പ്രാവശ്യമല്ല, 300 പ്രാവശ്യത്തോളം അദ്ദേഹം ചെയ്തു. ഓരോ പ്രാവശ്യവും ആ നടക്കുമ്പോഴേ എന്തെങ്കിലും സാധനം കൈ വെച്ചുകൊണ്ട് പോകും, പിന്നീട് ഇച്ചിരി കൂടെ ഭാരമുള്ളൊരു സാധനം കൈ വെച്ചുകൊണ്ട് പോകും. അങ്ങനെ അദ്ദേഹം ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കാണാനായിട്ട് ധാരാളം ആളുകൾ, 10,000-കണക്കിന് ആളുകൾ ഈ അതിശയപ്രവർത്തി, ഈ വടത്തിൻ്റെ മുകളിൽ കൂടെ, വടത്തിൽ കൂടെ അദ്ദേഹം അമേരിക്ക മുതൽ ഇങ്ങേക്കര മുതൽ അങ്ങേക്കര വരെ നടക്കുന്നത് കാണാനായിട്ട് 10,000-കണക്കിന് ആളുകൾ തടിച്ചു കൂടുമായിരുന്നു. അദ്ദേഹം ഒരു ടിക്കറ്റും ഒക്കെ വിറ്റ് അങ്ങനെയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇത് നടക്കാൻ നേരം അദ്ദേഹം ഒരു കൈവണ്ടി, വീൽ ബറോ എന്ന് പറയും, വീൽ ബറോ, ഒരു ചാട് മാത്രമുള്ള, നാട്ടിലത് കണ്ടിട്ടില്ല, ഇവിടെയൊക്കെ ധാരാളം അത് ഉപയോഗിക്കാറുണ്ട്. ഒരു ചാട് മാത്രമുള്ള ഒരു കൈവണ്ടിയാണ്. അതിനകത്ത് സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഉരുട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു കൈവണ്ടി ആണ് വീൽ ബാറോ. അത് എടുത്തുകൊണ്ട് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് ഇതും പിടിച്ചോണ്ട് ഇത് ഉരുട്ടിക്കൊണ്ട് ഈ വടത്തേൽ കൂടെ ഇത് ഉരുട്ടിക്കൊണ്ട് പോകാനായിട്ട് പോവുകയാണ്, എനിക്കിത് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. അവിടെ കൂടിയിരുന്ന 10,000-കണക്കിന് ആളുകൾ തട്ടഹസിച്ച് കൈയടിച്ച് പറഞ്ഞു, നിനക്കിത് കഴിയും, നിനക്കിത് കഴിയും എന്ന് പറഞ്ഞു. ധാരാളം പ്രാവശ്യം അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞു, നിനക്കിത് ചെയ്യാൻ കഴിയും എന്ന് അവർ തട്ടഹസിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അടുത്ത് നിന്ന് കൈയടിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളിനോട് അദ്ദേഹം, ചാൾസ് ബ്ലോണ്ടിൻ, ചോദിച്ചു, ഓക്കെ, എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, താങ്കൾ എൻ്റെ കൂടെ വരുന്നോ, ഈ വണ്ടിക്കകത്തിരിക്കാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഒരിക്കലും കഴിയത്തില്ല എന്ന് പറഞ്ഞു. അവിടെ തടിച്ചുകൂടിയിരുന്ന 10,000-കണക്കിന് ആളുകൾ പറഞ്ഞു, നിനക്കിത് ചെയ്യാൻ കഴിയും. ആ 10,000-കണക്കിന് ആളുകളോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോടൊപ്പം വരാനായിട്ട് കഴിയുമോ? ഈ വടത്തിൽ കൂടെ ഞാൻ പോകുമ്പോൾ, ഈ വണ്ടി ഉന്തിക്കൊണ്ട് പോകുമ്പോൾ ഈ വണ്ടിക്കകത്ത് ഇരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മനുഷ്യന് പോലും അത് കഴിഞ്ഞില്ല. ആർക്കും ഇദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചെങ്കിലും അവിടെ കയറിയിരിക്കുവാൻ ഒരു മനുഷ്യനും തയ്യാറായിരുന്നില്ല. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ വിശ്വാസം ഇങ്ങനെയാണ്, ദൈവത്തിനത് ചെയ്യാൻ കഴിയും, ദൈവത്തിനത് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ ഹട്ടിച്ച് പറയും. പക്ഷേ ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, എനിക്കിത് ചെയ്യാൻ കഴിയും, എന്നോടൊപ്പം ഈ വണ്ടിക്കകത്ത് അസാധ്യമെന്ന് തോന്നുന്ന ഈ വണ്ടിക്കകത്ത് ഇരിക്കാനായിട്ട് നിനക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ചോദ്യം. പ്രിയമുള്ളവരെ, നമ്മൾ മാറി നിന്ന് ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് അത് വിശ്വാസമല്ല. ആ ദൈവത്തോടൊപ്പം അസംഭാവ്യമെന്ന് തോന്നുന്ന ആ സാഹചര്യത്തിൽ നമുക്ക് പങ്കാളികളാകാൻ കഴിയുമോ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ചോദ്യം. അതുകൊണ്ട് വിശ്വാസമുള്ളവരായിട്ട്, യഥാർത്ഥമായിട്ടുള്ള വിശ്വാസമുള്ളവരായിട്ട് നമുക്ക് ആയിരിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനകളാകട്ടെ, അധികാരത്തിൻ്റെ പ്രാർത്ഥനകളാകട്ടെ. അതുപോലെ തന്നെ വിശ്വാസത്താൽ നാം കർത്താവിനോടൊപ്പം അവകാശികളാകുന്നു. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ദൈവഹിതത്തിൽ വിശ്വാസമുള്ളവരായിട്ട്, ആ ദൈവഹിതം നമ്മിൽ പൂർണ്ണമാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവത്തോടുകൂടെ ദൈവത്തിൻ്റെ പങ്കാളികളായിട്ട് ആ ദൈവിക പ്രവർത്തനത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ മനസ്സോടുകൂടെ പങ്കാളികളായിട്ട് വിശ്വാസമുള്ളവരായിട്ട് നമുക്ക് ആയിരിക്കാം. കർത്താവ് തൻ്റെ ആത്മാവ് മൂലം നമ്മെ അതിനെ സഹായിക്കട്ടെ. എനിക്കിങ്ങനെ ഒരു അവസരം നൽകിയ എല്ലാവരോടും ഈ പ്രയർ ലൈനിൻ്റെ, ഹൗസ് ഓഫ് പ്രയർ ലൈനിൻ്റെ എല്ലാ ഭാരവാഹികളോടുമുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.